അത്ഭുതം നമ്മുടെ കൂടപ്പിറപ്പാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം പ്രേക്ഷകരോട് പറയാം. പണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല വായിച്ച് ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആ മഹത്തായ ഒരു ചരിത്ര ഗ്രന്ഥമെന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഐതിഹ്യമാലയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ആനയൊക്കെ നമ്മളെ കുത്താൻ വരുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ, ഒരു വിരൽ ചൂണ്ടിയാൽ ആനയൊക്കെ അവിടെ നിൽക്കും. അത് ചൂണ്ടുമർമ്മം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ സ്തംഭിപ്പിച്ച് നിർത്താൻ പറ്റും. ദേഹത്ത് തൊടണ്ട, ഒന്ന് വിരൽ ചൂണ്ടിയാൽ മതി. ഇങ്ങനെയൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല. അതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിട്ടുണ്ട്. കീർത്തി. അദ്ദേഹത്തെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഈ ആദ്യമേ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഐതിഹ്യമാലയിലൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുള്ള പോലെ ഇങ്ങനെയൊക്കെ പറ്റുമോ? മർമ്മം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഒരു തമാശയുണ്ട്, മർമാണി വിദഗ്ധൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ. കാരണം എല്ലാം മർമ്മമാണല്ലോ. അതുകൊണ്ട് ഈ മർമ്മ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കാര്യമായിട്ടൊന്നും കേരളത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. പാരമ്പര്യ ചികിത്സയുടെ ഭാഗമായിട്ട് അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം എന്നൊക്കെ പറയുന്നത് കഥകളിൽ മാത്രമുള്ളതാണോ അതോ ശരിക്കും ഉണ്ടോ? അത് കള്ളത്തരമാണ്. അങ്ങനെ ഇല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു ആശാൻ എൻ്റെ ഒരു പ്രതീക്ഷ തകർന്നു പോയി. എൻ്റെ ഒരു ആശാൻ എന്നോടൊരു സംഭവം പറഞ്ഞു. അദ്ദേഹം ചികിത്സ ഒക്കെ പഠിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും ആരും ചികിത്സയ്ക്ക് വരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മാവനൊരു വഴി പറഞ്ഞു കൊടുത്തു. അന്ന് ആറന്മുള ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഒരു വലിയ റൗഡി ഇങ്ങനെ ഒരാൾത്തറയുടെ മുകളിൽ കയറി ജനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനെ അന്നത്തെ പോലീസുകാർ, നാട്ടിലെ പ്രമാണിമാരൊക്കെ ശാന്തരാക്കാൻ നോക്കി, പക്ഷേ അടങ്ങുന്നില്ല. അദ്ദേഹം ഒരു മദം പൊട്ടിയ ആനയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ആശാൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. ആശാൻ അങ്ങോട്ട് ചെന്ന് കണ്ണിലേക്ക് നോക്കി ഒരു വെറ്റില എടുത്ത് ചവച്ച് രൂക്ഷമായി നോക്കി അടുത്ത് ചെന്ന് ഒന്ന് വിരൽ ചൂണ്ടി കത്തി താഴെയിട്ട് ആള് പിടച്ചങ്ങ് വീണു. ഒരു വലിയ പുരുഷാരം നോക്കി നിൽക്കെ ഇത് സംഭവിച്ചു. അതോടുകൂടി ഈ ആശാൻ്റെ പ്രശസ്തി ആ ദേശം മുഴുവൻ വ്യാപിച്ചു. ആശാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുക. അടുത്ത ദിവസം തൊട്ട് ആശാൻ്റെ വീട്ടിൽ രോഗികളുടെ ബഹളമായിരുന്നു. രോഗികൾ മാത്രമല്ല, അവിടുത്തെ പോലീസുകാർ, ഈ വീണ റൗഡി, ഇവരൊക്കെ പടി വാങ്ങിക്കാനായിട്ട് അവിടെ വന്ന് ആശാൻ്റെ ഇതൊരു നാടകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളെയും ഒക്കെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഇതേ രീതിയിൽ ഈ ആനയുടെ കഥകളും പരിശീലനം കിട്ടിയ ആനയും ചില കഥാനായകന്മാരും ഒക്കെ ചേർന്ന് ഇത്തരം നാടകങ്ങൾ, അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. വാസ്തവത്തിൽ ചികിത്സയിൽ അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഈ നോക്കുമർമ്മം ചൂണ്ടുമർമ്മം എന്നൊക്കെ പറയുന്നത് കള്ളത്തരാണ്. തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലും എൻ്റെ നിരീക്ഷണങ്ങളിലും എൻ്റെ യാത്രകളിലും മനസ്സിലാക്കിയത് ഇത് പൂർണ്ണമായിട്ടും നുണയാണ്. നമ്മൾ ഈ പണ്ട് കേട്ടിട്ടുള്ള ഈ കൂടുവിട്ട് കൂടുമാറൽ, മർമ്മവിദ്യ, ഒടിവിദ്യ എന്നൊക്കെ പലതും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ഉറച്ചു പോയതാണ്. ചുട്ട കോഴിയെ പറപ്പിക്കും, അങ്ങനത്തെ മാന്ത്രികന്മാരൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അതുപോലെയുള്ള ഒരു വ്യാജമാണ് അല്ലേ? ചില ആളുകൾ ഈ വ്യാജം എന്നുള്ള ആ വാക്ക് വലിയ അപകടമുള്ള ഒരു വാക്കാണ്. കുറച്ച് ഇതൊക്കെ പ്രൊമോഷന് വേണ്ടി ഇപ്പം നമ്മൾ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. അതേ രീതിയിൽ പ്രൊമോഷന് വേണ്ടി ഒരു കാലത്ത് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അല്ല, എനിക്കിപ്പോൾ അങ്ങയോട് വലിയ ബഹുമാനം തോന്നി. കാരണം അങ്ങ് ഈ പാരമ്പര്യ ചികിത്സ, മർമ്മ ചികിത്സ, കളരി ചികിത്സയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, സാധാരണ പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്, ശരിയാണ്, ഇപ്പോഴും ചെയ്യാൻ പറ്റും, പരിചയം വേണം, അനുഭവം വേണം, ഗുരുപരമ്പരയിൽ നിന്ന് പകർന്നു കിട്ടണം എന്നൊക്കെയാണ് സാധാരണ വരുന്ന മറുപടി. പക്ഷേ അങ്ങ് പറയുന്നു അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഞാൻ ഒരു ബഹുമാന്യനായ ഒരു ചികിത്സകൻ, അദ്ദേഹം അതുല്യനായ ചികിത്സകനാണ്, അഭ്യാസിയാണ്, ഏറെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ചൂണ്ടുമർമ്മം
നോക്കുമർമ്മവും ഒക്കെ പ്രയോഗിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് പോയി വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് നോക്കിയിട്ടുണ്ട് പല രീതിയിലും. അദ്ദേഹം ആ സമയത്തൊക്കെ ഒഴിഞ്ഞു മാറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും പറയും, നമ്മുടെ ആശാൻ്റെ ഒരു വിനയമാണ്, വിനയമാണ്, അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞത്. ഇത്രയും വലിയ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ കളരിപ്പയറ്റ് ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്ന കളരിപ്പയറ്റ് ഒരു പ്രദർശന സ്വഭാവം മാത്രമാണുള്ളത്. അതെ, പ്രഗത്ഭരും പാരമ്പര്യവും ഒക്കെയുള്ള നിരവധി കളരിയും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ പല കളരികളിലും തട്ടിക്കൂട്ട് അഭ്യാസമുറകളാണ് കാണുന്നത്. ഒരു 70% കളരികളും ശരിയായ പാരമ്പര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പോയി കണ്ടു നോക്കിയ അനുഭവങ്ങൾ ഇപ്പോൾ CVN തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ കളരിയിലുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, ഈ മാപ്പിള ലഹള എന്ന് പറയുന്ന കാർഷിക കലാപം എന്നൊക്കെ വിളിക്കുന്ന ഈ മാപ്പിള ലഹള നടന്ന സമയത്ത് മലബാറിൽ 4 താലൂക്കിലാണ് ഇത് നടന്നത്. ഈ 4 താലൂക്കിൽ നടക്കുന്ന ഈ മാപ്പിള ലഹളയുടെ കാലത്ത് വള്ളുവനാട് താലൂക്കിൽ മാത്രം 4000 കളരികൾ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ കലാപകാരികളുടെ മൊത്തം എണ്ണം 1000-ൽ താഴെയായിരുന്നു എന്നുള്ള ഒരു കാര്യമൊന്ന് കൂട്ടി വായിക്കണം. 1000 വ്യക്തികൾ ഒന്നിച്ചല്ല, പല സ്ഥലങ്ങളിൽ ചിതറിയാണ് അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ അത് ഇപ്പോൾ ജന്മിത്വത്തിനെതിരെയുള്ള കലാപമെന്നോ ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപമെന്നോ കുമാരനാശാനൊക്കെ വിശേഷിപ്പിച്ച പോലെയുള്ള കൂട്ടക്കൊലകളെന്നോ എന്തും പറയാം. പക്ഷേ ഞാൻ പറയുന്ന അതിൻ്റെ ഭാഗം, ഈ കൂട്ടക്കൊലകൾ നടക്കുന്ന സമയത്ത് കേവലം 1000 വ്യക്തികൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. 4000 കളരികൾക്ക് ചേർക്കാൻ പറ്റി. 4000 കളരികൾ ഉണ്ടായിരുന്നു ഇവരുടെ. ഇത് ഞാൻ ഒരു ചരിത്രകാരനുണ്ട്, ദിനേശൻ എന്ന് പറഞ്ഞിട്ട്, തിരൂർ ദിനേശ്, എൻ്റെ സുഹൃത്താണ്. അതെ, ഞാൻ ദിനേശ് ചേട്ടൻ്റെ അടുത്തത് പല പ്രാവശ്യം ഫോണിലും നേരിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അദ്ദേഹം ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞു. പക്ഷേ ചരിത്രം പറയുന്നത് 4000-ഓളം കളരികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ 4000 കളരികൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കൂട്ടക്കൊല നടന്നത്? ചിന്തനീയമായിട്ടുള്ളൊരു വിഷയമാണ്. എവിടെയോ ജപ്പാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, അവരുടെ ആയോധന പാരമ്പര്യം കൊണ്ട് ലോകത്തിനെ കിടുകിടാ വിറപ്പിച്ച ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ കളരിപ്പയറ്റ് ഈ പ്രഗത്ഭർ കരുത്തന്മാരായ വ്യക്തികൾ ഒക്കെയുണ്ട്. ഇവർക്ക് ഇന്നത്തെ ആധുനിക മറ്റ് മാർഷൽ ആർട്സുകളുമായിട്ട് ഒന്ന് ഏറ്റുമുട്ടാൻ പറ്റുമോ? പലരും ഒഴിഞ്ഞു മാറുകയാണ്. അതിന് പല കാരണങ്ങൾ പറയും. ഗുരു പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ കാലം ശരിയല്ല, സമയം ശരിയല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. അപ്പോൾ ഈ മുതിർന്ന ആശാന്മാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, കളരി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാനും അടി നടത്താനുള്ളതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇതതിനുള്ളതല്ല, അതൊരു ജീവിതചര്യയാണ് അല്ലേ? ഇത് ഒരു ജീവിതചര്യയെ പരിശീലിപ്പിക്കുന്ന ഒരു അടിസ്ഥാന സ്കൂളാണ് കളരി. അവിടെ ആയുധാഭ്യാസം മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവിടെ ജീവിത ആയോധനത്തിന് വേണ്ടുന്ന എല്ലാം പഠിപ്പിച്ചിരുന്നു. പ്രാചീന കളരികൾ, ഇലങ്കം എന്നു പേരുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കളരിക്ക്, ഇലങ്കം. ഈ കളരി എന്നുള്ള പേര് വാസ്തവത്തിൽ മലബാറിൻ്റെ സംഭാവനയാണ്. മലബാറിൻ്റെ സംഭാവനയാണ് കളരി എന്നുള്ള വാക്ക്. തുളുനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് മറ്റൊരു വാക്കാണ്. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഏകദേശം എറണാകുളം വരെ ഉള്ള സ്ഥലങ്ങളിൽ പ്രാചീന കാലത്ത് ഇതിനെ ഇലങ്കം എന്ന, ഇപ്പോഴും ഉണ്ട് ഇലങ്കം നഗർ, ഇലങ്കം റോഡ്, ഇലങ്കം ക്ഷേത്രം. ഈ ഇലങ്കം എന്നൊരു വാക്കിലായിരുന്നു ആദ്യം കാലത്ത്. ഇതേ പേരിൽ ഈ വിദ്യ ശ്രീലങ്കയുടെ മറ്റൊരു പേര് ഇലങ്കം എന്നാണ്. അതെ അതെ, അവിടെ ഈ വിദ്യ നിലനിൽപ്പുണ്ട്, ഇലങ്കം എന്നുള്ള ഒരു പേരിൽ.
അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ജനതയെ സാംസ്കാരികമായ ഔന്നത്യത്തിൽ നിലനിർത്താൻ വേണ്ടുന്ന വ്യാകരണം മുതൽ ആയുധാഭ്യാസം വരെയുള്ള ഇതിൻ്റെ ഒരു മനോഹരമായ രൂപം സി രാധാകൃഷ്ണ സാറിൻ്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന പുസ്തകം സാറ് വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഇത് മനോഹരമായിട്ട് ഈ കളരി സങ്കല്പം, പ്രത്യേകിച്ചും ദക്ഷിണ മലബാറിലെ കളരികളുടെ സങ്കല്പം അതിനകത്ത്. അപ്പോൾ ഈ കളരികൾക്ക് മുകളിൽ, ഇത് പ്രാദേശിക സ്കൂളുകളാണ്, അതിൻ്റെ മുകളിൽ വലിയ വിദ്യാകേന്ദ്രങ്ങളുണ്ടായിരുന്നു. നളന്ദ തക്ഷശില പോലെ കേരളത്തിൽ എൻ്റെ അറിവിൽ 12ഓളം കേന്ദ്രങ്ങൾ, അത്രയും പ്രാചീനമായ വിദ്യാകേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീമൂലവാസം എന്ന ഒരു പ്രാചീന സർവകലാശാലയുണ്ടായിരുന്നു. ഈ പ്രാചീന സർവകലാശാലയിൽ 46 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചിരുന്നു. ആ സർവകലാശാലയിലെ അവസാനത്തെ കുലപതിയായിട്ടുള്ള സ്ത്രീയുടെ പേര്, സ്ത്രീ ആയിരുന്നു എപ്പോഴും. ഈ കരിമണലിനൊരു പ്രത്യേകതയുണ്ട്. ഈ കരിമണലിൽ എപ്പോഴും ഒരു സ്ത്രീ വളരെ ശക്തമായിട്ട് ഉയർന്നു നിൽക്കും. ഇപ്പോഴും ഉണ്ട്, കുറച്ചുകൂടെ തെക്കോട്ടാണെന്നേ ഉള്ളൂ. മാതാമൃതാനന്ദമയി അതേ കരിമണലിൽ ഉയർന്നു വന്ന ഒരു ശക്തിയാണ്. ഈ മഞ്ജുശ്രീയുടെ പുസ്തകം തിരുവനന്തപുരത്തെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഗണപതി ശാസ്ത്രികളാണ് അത് സംശോധനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് മഞ്ജുശ്രീ കൽപ്പം എന്നാണ്. ഇവിടുത്തെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന വാസ്തുവിദ്യ, വൈദ്യം, യാത്രകൾ എങ്ങനെ ചെയ്യണം, അതായത് ഭൂമിശാസ്ത്രം, നാവിഗേഷൻ തുടങ്ങിയ വിഷയങ്ങൾ, അന്ന് കപ്പൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടുന്ന അടിസ്ഥാന വിഷയങ്ങൾ ഈ ശ്രീമൂലവാസത്തിൽ പരിശീലിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രത്യേകതയുള്ളത് വൈദ്യത്തിനായിരുന്നു. ഈ വൈദ്യം പരിശീലിക്കാൻ വേണ്ടി, ഇത് ബുദ്ധമതത്തിൻ്റെ പശ്ചാത്തലം വരുന്നതിന് മുമ്പേ ഈ യൂണിവേഴ്സിറ്റി അവിടെ നിലനിന്നിരുന്നു. വൈദ്യം പരിശീലിക്കാൻ വേണ്ടി വിദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അവിടെ വന്ന് താമസിച്ച് പഠിച്ചിരുന്നു. ഈ നാഗാർജുന കക്ഷസ്ഫുടം എന്നൊരു പുസ്തകമുണ്ട്. അത് കുറച്ച് അതിശയോക്തിയൊക്കെ കലർന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയ ഭഗദന്ത നാഗാർജുൻ, അദ്ദേഹത്തിൻ്റെ സമാധി ഇന്നത്തെ പ്രശസ്തമായ ഒരു കാവ് ഉള്ള ക്ഷേത്രമാണ് എന്ന്. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേര് പറയാത്തത് അത് ആരെയെങ്കിലും വേദനിപ്പിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. ഈ നാഗാർജുൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള വ്യക്തികൾ ആ ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ വൈദ്യത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഈ കളരികളും വിദ്യാകേന്ദ്രങ്ങളും ഒരു കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി തന്നെ മറ്റൊരു രീതിയിലായിരുന്നു. ടെക്സ്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടല്ല, ആപ്തവാക്യം, ആപ്തന്മാരായ ആചാര്യന്മാരെ അടിസ്ഥാനമാക്കിയിട്ടാണ് അന്ന് വിദ്യ പകർന്നു കൊടുത്തിരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകത്തിനെ അന്ധമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് പല ക്ഷേത്രങ്ങളിലും ചികിത്സ നടക്കുന്ന സ്ഥലമായിരുന്നു. ക്ഷേത്രങ്ങൾ ദൈവം ക്ഷേത്രവുമായിട്ട് വാസ്തവത്തിൽ ബന്ധമില്ല എന്ന് അന്നത്തെയും ഒക്കെ തന്ത്രശാസ്ത്രങ്ങൾ, ഇന്നത്തെയും ശാസ്ത്രങ്ങൾ പറയുന്നു. ക്ഷേത്രത്തിൽ ദേവതയാണുള്ളത്. ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലല്ല ക്ഷേത്രം. ദൈവം വേറെ, ദേവത വേറെ. ദൈവം വേറെ, ദേവത വേറെയാണ്. ഈ മനുഷ്യൻ്റെ രോഗങ്ങൾക്ക് കാരണമാകുന്ന ആ കാരണങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന ദേവതാ സ്ഥാനങ്ങളായിരുന്നു പല ക്ഷേത്രങ്ങളും. ഉദാഹരണത്തിന് തിരുവിഴ. ആയുർവേദത്തിലെ വമനം എന്ന് പറയുന്ന പദ്ധതി, ഈ കൈവിഷമൊക്കെ പുറത്ത്, കൈവിഷം പുറത്ത്, ഈ കൈവിഷം ഇതൊരു കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്ക് കൈവിഷഹാരി എന്ന് പറഞ്ഞൊരു ഗുളിക തന്നെ ഉണ്ട്, സഹസ്രയോഗത്തിൽ നിന്നുള്ള. അപ്പോൾ ഈ കൈവിഷം ചെറിയ കളിയൊന്നുമല്ല, അന്ധവിശ്വാസമല്ല. കൈവിഷം എന്ന് പറയുന്നതിൻ്റെ അത് എന്താണ്, ഇപ്പോൾ മറ്റൊരാൾ വിഷം നമുക്ക് തരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല കൈവിഷം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രചരിക്കുന്നത്. ഞാൻ ഈ പശ്ചാത്തലങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ കളരികളും
അതിൽ നിന്നുണ്ടാകുന്ന വിദ്യകളും എത്രത്തോളം വ്യാപകമായിരുന്നുവെന്നും ഏകദേശം 5-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഒരു പ്രാദേശിക ഭരണവ്യവസ്ഥയായിരുന്നു കായംകുളം. ഈ കായംകുളം എന്ന് പറയുന്ന പ്രാദേശിക ഭരണവ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള കളരികളും ഇത്തരത്തിലുള്ള വലിയ വിദ്യാകേന്ദ്രങ്ങളുമൊക്കെ വികാസം പ്രാപിച്ചിരുന്നു. അപ്പം ഈ കളരികളിലാണ് വാസ്തവത്തിൽ ഈ ആയുധാഭ്യാസത്തിന് ഉപരിയായി ഇത്തരം വിദ്യകൾ പരിശീലിപ്പിച്ചിരുന്നത്. വൈദ്യത്തിൻ്റെ ബാലപാഠങ്ങൾ, ഗണിതത്തിൻ്റെ ബാലപാഠങ്ങൾ, മനഃശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ, വ്യാകരണത്തിൻ്റെ ബാലപാഠങ്ങൾ, ഇതൊക്കെ ഓരോ തറവാടുകളിലും ആ തറവാടുകളിലെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടുന്ന ഇന്നത്തെ പോലുള്ള നഴ്സറി ആണ് ഇലങ്കം അല്ലെങ്കിൽ മലബാറിലെ കളരി. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഇതിന് ഓരോ ശൈലികളും, ആയുധാഭ്യാസങ്ങൾക്ക് പോലും ഇപ്പോഴും ഈ ഗുരുക്കന്മാരൊക്കെ ചേർന്നാൽ തർക്കം വരുന്ന ഒരു കാര്യം, എൻ്റെ ശൈലി നിൻ്റെ ശൈലിയും ഒക്കെ ഉണ്ട്. തെക്കൻ വടക്കൻ മധ്യ കേരളം, കളം ചവിട്ട്, ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് വർമ്മകല. ഈ മർമ്മം എന്നുള്ളതല്ല വാസ്തവത്തിൽ ഇതിൻ്റെ പേര്, വർമ്മകലയാണ്. പിന്നീട് മർമ്മകലയായി. ചികിത്സയിലേക്ക് വരുമ്പോൾ അത് വർമ്മകലയാണ്, ആയുധാഭ്യാസത്തിൽ വരുമ്പോൾ അത് മർമ്മമാണ്. അങ്ങനെയാണ്. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന് വലത്തോട്ടുള്ള ചലനവും ഒന്ന് ഇടത്തോട്ടുള്ള ചലനവുമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു ചികിത്സ എന്നുള്ള വാക്ക് ഇതിന് യോജിക്കത്തില്ല. ഇതൊരു രക്ഷയാണ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരാൾ വീഴുകയാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചേട്ടൻ അങ്ങ് തറയിലോട്ട് വീണു. ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ ഓടി വന്നു ചേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിന് അദ്ദേഹത്തിന് അത് സഹജമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സഹജമായിട്ട് ചെയ്യുവാനുള്ള വിദ്യകളാണ് അടങ്കൽ പ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഈ വർമ്മകലയിലുള്ളത്. ഈ വർമ്മകലയിലെ ഇത്തരം കാര്യങ്ങളെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ധീഷണാശക്തിയിൽ വളരെ മുമ്പിൽ നിന്ന നമ്മുടെ വൈദ്യന്മാർ അത് വൈദ്യത്തിലേക്ക് നല്ല രീതിയിൽ മെർജ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് വഴിയിൽ നിന്ന് വന്നതിനെ ഏകദേശം ഒരു ബിന്ദുവിലേക്ക് കേരളത്തിൽ യോജിപ്പിക്കപ്പെടുന്നത് 7-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടത്തിലായിട്ടാണെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്ന നിരവധി സമ്പ്രദായങ്ങളുണ്ട്. അത്തരത്തിലുള്ള മധ്യ കേരളത്തിലുള്ള ഒരു സമ്പ്രദായമാണ് ചെങ്ങന്നൂർ ആദി എന്ന് പറയുന്ന ചെങ്ങന്നൂർ ആദി ആ സമ്പ്രദായം. അതിൻ്റെ പുറകിൽ അത് ഫോക്ലോർ സംബന്ധിച്ചിട്ട് അതിൻ്റെ ചരിത്ര കഥകളും അതിൻ്റെ ഐതിഹ്യ കഥകളുമൊക്കെ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ വിപുലമായിട്ട് ഈ ചെങ്ങന്നൂരാദി എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ ഒരു അംഗഗണപതിയുണ്ട്. ചെങ്ങന്നൂർ ഒരു അംഗഗണപതിയുണ്ട്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്നാണോ? ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ചെങ്ങന്നൂര് അംഗഗണപതിയുടെ മുറിഞ്ഞു വീണ കൊമ്പാണ് ഈ അഭ്യാസപ്പയറ്റിലെ ഒറ്റ എന്ന് ഈ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നു. അപ്പം ചെങ്ങന്നൂരാദി എന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഈ ഗണപതിയുടെ വലിയ പ്രാധാന്യമുണ്ട് അവിടെ. ചെങ്ങന്നൂരാദി പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള. അതിനകത്ത് പറയുന്ന ചെങ്ങന്നൂരാദി എന്ന ഒരു വീരൻ്റെ കഥയുണ്ട്. ആ ചെങ്ങന്നൂരാദി എന്ന ആ വീരന് പേര് വരാനുള്ള കാരണം പോലും ഈ ഗണപതിയിൽ നിന്നാണ്. ഇപ്പോൾ അനന്തപത്മനാഭൻ എന്ന് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് പേരിടുന്നത് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശ്രീപത്മനാഭനുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നത് പോലെയാണ്. ഈ സമ്പ്രദായം യുദ്ധം ചെയ്യുന്ന ഒരു മുറയല്ല, യുദ്ധം ചെയ്യുന്ന ഒരു മുറയല്ല, മറിച്ച് വ്യാകരണം, ഈ മഹേശ്വര സൂത്രം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ അഭ്യാസത്തിലൂടെ പഠിപ്പിച്ചിരുന്ന
നമ്മുടെ കളരിയിൽ വന്നാൽ അത് കാണാം. മാഹേശ്വര സൂത്രങ്ങൾ അഭ്യാസത്തിലൂടെ പഠിപ്പിക്കാൻ സാധിക്കും. ഈ അഭ്യാസങ്ങൾ ശരിയായിട്ട് പഠിച്ചാൽ നമുക്ക് കാവ്യത്തിലും സംഗീതത്തിലും വരെ സിദ്ധി നേടാൻ പറ്റും. അപ്പം നമ്മുടെ കളരിയിൽ ഒരു ചെറിയ പെൺകുട്ടി, ചെറുത്, ഇപ്പോൾ 16 വയസ്സുണ്ട്. ഈ പെൺകുട്ടി മറ്റ് ഒരു മതത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി 14-ാമത്തെ വയസ്സിൽ ഈ അഭ്യാസമുറകൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് കീർത്തനം രചിച്ച് ചിട്ടപ്പെടുത്തി ഇപ്പോൾ ഏകദേശം 9ഓളം കീർത്തനങ്ങൾ ഈ അഭ്യാസമുറകൾ ചെയ്തിട്ട് കുട്ടി മാറിയിരുന്നാൽ കുട്ടിക്ക് ഒരു കീർത്തനം വരും. കാമാഖ്യ ഭഗവതിയെക്കുറിച്ച് തുടങ്ങി സ്വന്തം രചനകളാണ്. ഗണപതി, ഈ പല സങ്കല്പങ്ങളും അഭ്യാസം കഴിയുമ്പോൾ ഉള്ളിൽ വരും. അത് വെച്ച് ഇതൊന്നും മുൻകൂട്ടി പഠിക്കാനുള്ള നമ്മുടെ ഇപ്പോൾ ഗുരുകുലത്തിലുണ്ട് കുട്ടി. നമ്മുടെ ഗുരുകുലത്തിലുണ്ട്. ഒരു ദിവസം നമുക്ക് ആ കുട്ടിയെ കൊണ്ടുവരാം. തീർച്ചയായിട്ടും. ആ കുട്ടി പറയുന്നത് അനുസരിച്ച് എനിക്ക് സംഗീതത്തിൽ വലിയ കേൾക്കാൻ ഇഷ്ടമുണ്ട് എന്നേ ഉള്ളൂ. ഈ അഭ്യാസങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് വന്നത് വൈദ്യമാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ് വരുന്നത്. ഈ കുട്ടിക്ക്, ഈ നമ്മുടെ കളരിയിലുള്ള കുട്ടികളൊക്കെ തന്നെ അവരെ ആരെയും ചികിത്സ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അവർ വളരെ സഹജമായിട്ട് പിടിക്കുന്നതൊക്കെ മർമ്മസ്ഥലങ്ങളിലാണ്. വളരെ സഹജമായിട്ട് പിടിക്കുന്നതൊക്കെ മർമ്മസ്ഥലങ്ങളിലാണ്. ചിലർക്ക് ചിത്രരചനയാണ്. അദ്നാൻ നജീബ് എന്ന പേരുള്ള ഒരു കുട്ടി കളരിയിലുണ്ട്. ഞങ്ങൾ അവനെ അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു ഇപ്പോൾ എൻട്രൻസിന്, ആയുർവേദം പഠിക്കാൻ വേണ്ടി എൻട്രൻസിന് പഠിക്കുക. ഈ അപ്പു ഈ അഭ്യാസങ്ങൾ ചെയ്തിട്ട് മാറിയിരുന്നിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ഈ അഭ്യാസങ്ങൾ ചെയ്തിട്ട് മാറിയിരുന്നിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ചിത്രരചനയിൽ യാതൊരു പശ്ചാത്തലമുള്ള കുടുംബ പാരമ്പര്യമില്ല. ഞാൻ എൻ്റെ കളരിയിലും ആ മുറിയിലും ഒക്കെ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ കുട്ടി വരച്ച ചിത്രങ്ങൾ. ഈ ആധുനിക ചിത്രരചനാ സങ്കേതങ്ങളൊക്കെ പോലെ ബ്രഷ് എടുത്തിട്ട് അവൻ്റെ കയ്യങ്ങ് ഓടുകയാണ്. ഇത് കാണുന്നവരൊക്കെ ചോദിക്കും, ഇതാരാ വരച്ചത്? ഇതെങ്ങനെയാണ് ഇത്രയും കളറുകളിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്? ഇതെന്താ ഉദ്ദേശം? ഇന്ന് ഒരു വിശിഷ്ട വ്യക്തി, ഗുജറാത്തിൽ നിന്നുള്ള ഒരു വളരെ വിശിഷ്ട വ്യക്തി, അദ്ദേഹം ഈ ചിത്രം കുറേ നേരം നോക്കി നിന്നിട്ട് ചോദിച്ചു, അതിനെക്കുറിച്ച് എനിക്കിതിനെ മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പണ്ട് കാലത്ത് എങ്ങനെയാണ് വിദ്യകളെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഉണർത്തിയെടുക്കുന്നത്, ഒരാളുടെ കഴിവുകളെ എങ്ങനെയാണ് ഉണർത്തിയെടുക്കുന്നത്? ചില യാദൃച്ഛികമായ കാരണങ്ങൾ കൊണ്ട്, തിരക്ക് മൂലം കളരി ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാർ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് കളരിയിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, എനിക്ക് ഇടയ്ക്ക് ഒരു സംശയം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കും, നമ്മളിപ്പോൾ ഒരു വലിയ അറിവിൻ്റെ ഒരു വലിയ ഭണ്ഡാരം തുറന്നു നമ്മൾ കുറച്ച് കാര്യങ്ങളിപ്പോൾ പറഞ്ഞുള്ളൂ. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കും, ഈ പറയുന്ന ആൾ, ഇപ്പം ഞാൻ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് തോന്നുന്നത് അങ്ങയെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് തുടങ്ങാം ബാക്കി കാര്യങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരെ പറയാനുണ്ട്. ഇപ്പം ഞാൻ തന്നെ ആ വലിയ ആവേശത്തിലാണ് വന്നത്. ഇപ്പോൾ ചൂണ്ടുമർമ്മം, നോക്കുമർമ്മം ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ മർമ്മ ചികിത്സ, കളരി ചികിത്സ, പാരമ്പര്യ ചികിത്സ തുടങ്ങി ഈ കാര്യങ്ങളിലെല്ലാം ഒരു അങ്ങേയറ്റം എത്തിയ ഒരാൾ എന്ത് ഞാൻ വിശേഷിപ്പിച്ചാൽ തെറ്റാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങയെക്കുറിച്ച് അങ്ങ് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു വലിയ ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ തീർക്കുകയല്ല. ഇനി ഇപ്പോൾ ഇത്രയും മിനിറ്റുകൾ നമ്മളിത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു പുതിയ അറിവിൻ്റെ ലോകമാണ് തുറന്നു കിട്ടിയത്. നമുക്കതിലൂടെ ഒത്തിരി സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെ പാരമ്പര്യമായ കളരി പാരമ്പര്യം, ചികിത്സാ പാരമ്പര്യം, ഇതിനെക്കുറിച്ചൊക്കെ അറിയണം. അത്ഭുതകരമായ ഒരുപാട് അറിവുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലിരിപ്പുണ്ട്, നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതേതായാലും ഞാൻ നേരത്തെ കീർത്തി എന്നുള്ള 3 അക്ഷരം മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. എന്നെക്കുറിച്ച് ഞാൻ സാധാരണ പറയാറില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ കാണാൻ വന്ന ഒരാൾക്ക് പോലും ഒരുപക്ഷെ എൻ്റെ പേരറിയില്ല. ഇതൊക്കെ കാണുന്നവർ എന്താ വിളിക്കുന്നത് അവിടെ? ചിലർ
ചേട്ടാന്ന് വിളിക്കും, ചിലർ അച്ഛാന്ന് വിളിക്കും, ചിലർ ഗുരുക്കളെ എന്ന് വിളിക്കും, പലതും വിളിക്കും. അപ്പോൾ നമുക്ക് ഗുരുക്കളെ എന്ന് വിളിക്കാം, കീർത്തി ഗുരുക്കൾ എന്ന് പറയാം. അപ്പോൾ കീർത്തി ഗുരുക്കൾ എനിക്കൊന്ന് കൊല്ലംകാരനാണ്. അതെ, ഞാൻ കൊല്ലത്ത് ചവറയിലാണ്. അതെ, ചവറയിൽ തട്ടാശ്ശേരി എന്നാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബ പേര്. കൊറ്റംകുളങ്ങര ക്ഷേത്രവുമായിട്ടൊക്കെ കൊറ്റംകുളങ്ങരല്ലേ പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടും? അതെ 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 അതെ. ആ ക്ഷേത്രവുമായിട്ട് വളരെ ബന്ധമുള്ള എൻ്റെ അപ്പൂപ്പൻ വെളിച്ചപ്പാടായിരുന്നു. ശരി. ഇപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൻ്റെ വടക്കുവശത്ത് ഞങ്ങളുടെ ഒരു മരുന്ന് കടയുണ്ട്, പാരമ്പര്യമായിട്ടുള്ള. ആരായിരുന്നു പാരമ്പര്യ ചികിത്സ? അപ്പൂപ്പൻ? അല്ല, എൻ്റെ അപ്പൂപ്പൻ ഈ ചികിത്സ വിട്ട ഒരാളാണ്. അപ്പൂപ്പൻ ഇപ്പം എൻ്റെ കാല് ചെറുപ്പത്തിൽ തിരിഞ്ഞുപോയി, ഒരു തടി വീണിട്ട് എൻ്റെ അപ്പൂപ്പൻ തിരുമ്മി നേരെയാക്കി. ഒരു കേരള കൗമുദിയിലുണ്ടായിരുന്നൊരു മാധ്യമപ്രവർത്തകൻ പ്രദീപ് ചവറ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മി നേരെയാക്കിയ കഥ പറഞ്ഞു. പക്ഷെ അപ്പൂപ്പൻ ഇതിനോടൊന്ന്, അപ്പൂപ്പൻ RSP ബേബി ജോണിൻ്റെ വളരെ അടുത്ത ആളായതുകൊണ്ട് അപ്പൂപ്പൻ ഈ വെളിച്ചപ്പാട് ഇതെല്ലാം വിട്ടിട്ട് അതിൻ്റെ പുറകിന് പോയി. അപ്പൂപ്പൻ്റെ അമ്മാവൻ ആ പരമ്പര പുറകിലേക്ക് ഇപ്പോഴും ഉണ്ണി വൈദ്യർ എന്ന് വിളിക്കുന്ന, ഞാൻ മാമനെന്ന് വിളിക്കുന്ന അദ്ദേഹം മരണാസന്നനായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ വൈദ്യനാണ്. പക്ഷേ അവർക്കാർക്കും ഇതിനെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അത്യാവശ്യം ഇതിൻ്റെ അച്ഛനൊരു ചെറിയ ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ പിന്നീട് അതിലേക്ക് പോയില്ല. തിരുമൊക്കെ അച്ഛൻ കുറച്ച് മരുന്ന് പറയും ഒക്കെ അച്ഛന് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്പൂപ്പൻ്റെ അമ്മാവൻ അങ്ങനെ ആ പരമ്പരകളിലൊക്കെ വൈദ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് പന്മനയാണ്. പന്മന പ്ലാത്തറയിൽ എന്നാണ് ആ വീട്, പ്ലാത്തറയിൽ. അത് ഒരു 8 തലമുറയ്ക്ക് മുമ്പ് വരെയുള്ളവരുടെ പേരും കണക്കും ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വലിയ കാര്യം. നമ്മുടെയൊക്കെ വീട്ടിലൊരു 3 തലമുറയ്ക്കപ്പുറം അറിഞ്ഞൂടാ. അച്ഛൻ്റെ അച്ഛൻ, അതിനപ്പുറത്ത് ചിലപ്പോൾ അറിയാം, അതിനപ്പുറത്തേക്ക് സാധാരണ ഹിന്ദു കുടുംബങ്ങളൊന്നും ആർക്കും അറിയാം. അതെ അതെ. മാർത്താണ്ഡപിള്ള, വീരമാർത്താണ്ഡപിള്ള എന്നറിയപ്പെടുന്ന ഒരു പൂർവികനുണ്ട്. അദ്ദേഹം ഒരു യോഗീശ്വരനാണ്. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പല സമയത്തും പല പ്രതിസന്ധിയിലുമൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, എൻ്റെ അകത്തുനിന്ന്, എൻ്റെ ജനിതകത്തിലിരിക്കുന്ന എൻ്റെ പൂർവികനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വൈദ്യനും അഭ്യാസിയും. കായംകുളം രാജാവിൻ്റെ ഒപ്പം ഈ ഓണത്തിൻ്റെ കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ കായംകുളം രാജാവിൻ്റെ ഉണ്ട്. അതിനകത്ത് പറയപ്പെടുന്ന ഒരു പൂർവികനാണ് എൻ്റെ. ഇങ്ങനെ എനിക്ക് ഈ 2 വഴിയിൽ നിന്നും വൈദ്യത്തിൻ്റെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ ആ മേഖലയൊക്കെ ഈ വൈദ്യ പാരമ്പര്യമുള്ള ഒരു, ഇപ്പോൾ ചാവർകോട് വലിയ ദൂരമില്ലല്ലോ. അതെ അതെ അതെ. അവിടെ ഈ ശ്രീനാരായണ ഗുരുദേവനുമായിട്ടൊക്കെ ചാവർകോട് ചികിത്സിച്ചു. അതെ, തേവലക്കര കണ്ണുവൈദ്യന്മാർ നേത്ര ചികിത്സയിൽ അത്ഭുതം കാണിച്ചിരുന്ന ആ കുടുംബ പാരമ്പര്യം ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷെ ഞാനിതെല്ലാം വിട്ട് എൻ്റെ വളരെ ചെറുപ്പത്തിൽ RSS പ്രവർത്തനത്തിലേക്ക് മാറി. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ ശാഖയിൽ പോകാൻ തുടങ്ങി RSSൻ്റെ. പിന്നീട് എനിക്ക് കേരളത്തിലെ പ്രവർത്തനത്തിനെക്കാട്ടിൽ കുറേ കൂടെ വലിയ, ഞാൻ ഗുജറാത്തിൽ പോയി. അവിടെ സംഘത്തിൻ്റെ പ്രചാരകനായി. ഏകദേശം 2000 മുതൽ 2004 വരെ ഞാൻ അവിടെ പ്രവർത്തിച്ചു. അവിടുന്ന് എനിക്ക് ഒരു നൊസ്റ്റാൾജിയ തോന്നി, കേരളത്തിലേക്ക് വരണം. അങ്ങനെ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. കേരളത്തിൽ തിരിച്ചു വന്ന് അപ്പോൾ എനിക്ക് ഇവിടെ എറണാകുളത്തിൻ്റെ പ്രചാരകനായിട്ട് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്മനം രാജേട്ടൻ്റെ, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ. അത് വലിയൊരു അനുഭവമാണ് രാജേട്ടൻ്റെ ഒപ്പമുള്ള യാത്രകളൊക്കെ. വാസ്തവത്തിൽ എൻ്റെ അകത്ത് ഈ വൈദ്യത്തിൻ്റെ കിടന്ന അതിനെ ആദ്യം തട്ടി ഉണർത്തുന്നത് കുമ്മനം രാജേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള യാത്രകളാണ്. അത് അദ്ദേഹം എപ്പോഴും പല ഡോക്ടർമാരെടുത്തും വൈദ്യന്മാരെടുത്തും ചികിത്സയിലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ, ഈ രാഷ്ട്രീയക്കാരനായ കുമ്മനം എനിക്ക് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു വ്യക്തിയല്ല. മറിച്ച് നാട്ടറിവും നാടൻ വർത്തമാനവും സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്ന എല്ലാവരുടെയും കാരണവരായിട്ടുള്ള ഒരു കുമ്മനം രാജശേഖരനുണ്ട്. ഒരു വളരെ രസകരമായ ഒരു വലിയ പഠന കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആലുവയിൽ പ്രചാരകനായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ രാജേട്ടൻ്റെ ഒപ്പമുള്ള സമയത്താണ് ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്, എന്നെ വീണ്ടും വൈദ്യത്തിലേക്ക് കൊണ്ടുവന്നത്.
അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അടിപിടി ഒക്കെ നടത്തുന്ന, എൻ്റെ ഒരു 19ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് 10-20 കേസുകളുണ്ട്. നാട്ടിലുള്ള എല്ലാ കേസുകളും പിടിക്കും, അടിപിടികളുണ്ടാക്കും. ഇങ്ങനെ നടന്ന എനിക്ക് എൻ്റെ അടുത്ത് ഈ ഗുരു, ഞാൻ നടുവേദന കൊണ്ട് വലഞ്ഞ് ജീവിതം തന്നെ നിർത്തിക്കളയാം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഗുരു കാണുന്നത്. അങ്ങേക്ക് നടുവേദന ഉണ്ടായിരുന്നു? എനിക്ക് നടുവേദന. ശരി. ഇതാണ് നമ്മുടെ കയ്യിലിരിപ്പതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കായികാഭ്യാസം നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ പലതവണ വീഴുക, പരിക്കേൽക്കുക, ഇതൊക്കെ നമുക്ക്, ഇത് ഞാൻ ഈ പറയുന്നത് ഈ വെളുപ്പിച്ച് പറയുന്ന കാര്യമല്ല. ഇത് എന്നെ അറിയാവുന്നവർക്ക് ഇതറിയാം. കാരണം ഞാനിവിടെ നിന്ന് വെളുപ്പിച്ചാൽ കാണുന്ന എത്രയോ ലക്ഷം കാണും. അപ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു RSS പ്രവർത്തകൻ, ഒരു RSS പ്രവർത്തകൻ ഒരു സാധാരണക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി. അതൊരിക്കലും ഒരു സാധാരണക്കാരനല്ല. ഞാൻ അങ്ങനെ ഒരു ആളായിരുന്നു. അപ്പോൾ ഒരു സാധാരണ RSS പ്രവർത്തകനായ എൻ്റെ അടുത്ത് ഈ ഗുരു കണ്ടുമുട്ടി. അത് വളരെ, അദ്ദേഹത്തിൻ്റെ പേര് M. ശ്രീകുമാർ എന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നല്ലതും ചീത്തയായ അഭിപ്രായങ്ങൾ പറയുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല എഴുത്തുകാരനും വൈദ്യനും മർമ്മചികിത്സകനും ഒക്കെയായ ഒരു വ്യക്തിയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ കുരിക്കാടാണ് അദ്ദേഹം ഞാൻ കാണുന്ന കാലത്ത് ജീവിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് ചവറയിലാണ്. അദ്ദേഹത്തിനെ അഘോരി ശ്രീകുമാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മദ്യപിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്നെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ ആ രീതികളുമായിട്ട് എനിക്ക്, അദ്ദേഹത്തിൻ്റെ സംഭാഷണമായിട്ടൊന്നും എനിക്ക് ആദ്യം യോജിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ സ്തബ്ധനായിരുന്നു പോയി. അദ്ദേഹം എൻ്റെ ആ യാത്രകൾ മുഴുവൻ പറയുകയാണ്, നീ എൻ്റെ ഒരു നാൾ വഴി അദ്ദേഹം പറഞ്ഞു, നിനക്ക് സംഭവിക്കാൻ പോകുന്നത് ഇന്നതാണ്, ആ വഴി പോയാൽ നീ RSS വിടണം, നിൻ്റെ വഴി വേറെയാണ്. ഒരു RSS പ്രവർത്തകൻ്റെ അടുത്ത്, പ്രത്യേകിച്ചും പ്രചാരകൻ്റെ അടുത്ത് സംഘം വിടുക എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് എൻ്റെ മുമ്പ് അത്രയും എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ നിയോഗം മനുഷ്യൻ്റെ മലം കോരുക എന്നുള്ളതാണ്. നിനക്കൊരിക്കലും നല്ല പേരുണ്ടാകത്തില്ല, ചീത്തപ്പേരുകൾ മാത്രമേ നിനക്കുണ്ടാകൂ. പക്ഷേ അസ്ഥി ഒടിക്കുന്ന പരിപാടി ഇന്നുകൊണ്ട് നിർത്തിക്കോണം, അസ്ഥി യോജിപ്പിക്കുന്ന പരിപാടികൾ ചെയ്യണം. നീ ഒരു മെഷീൻ മെക്കാനിക്കല്ല, നീ ഒരു മാൻ മെക്കാനിക്കാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മദ്യപിച്ച ഒരാളുടെ ജൽപ്പനമായിട്ട് കരുതി ഞാനിത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇദ്ദേഹം എന്നെ അങ്ങോട്ട് പിടിച്ചു കൊണ്ട് നിർത്തിയിട്ട് നടുവിനൊരു ചവിട്ട് തന്നു. അപ്പോൾ എൻ്റെ ഒപ്പം പച്ചാളത്തുള്ള ഒരു അനീഷും മറ്റൊരു നമ്മുടെ ചേർത്തലക്കാരനായ രാംനാഥ്ജി എന്ന് വിളിക്കുന്ന നമ്മുടെ TG മോഹൻദാസ് ഏട്ടൻ്റെയൊക്കെ ബന്ധുവായിട്ടുള്ള ഒരു പ്രചാരകനുണ്ടായിരുന്നു. അവരൊക്കെ തമാശയായിട്ട്, രാംനാഥ്ജി ഇപ്പോൾ ഇല്ല, ഈ സംഭവത്തിനെ അവർ തമാശയായിട്ട് പറയും, ഒറ്റ ചവിട്ടിന് അവൻ്റെ സൂക്കേട് ഭേദമായി. എനിക്ക് ഇന്ന് വരെ പിന്നീട് നടുവേദന വന്നിട്ടില്ല. ചവിട്ടിൻ്റെ കുറവുണ്ടായിരുന്നു, ഒരു ചവിട്ടിൻ്റെയും ഒരടിയും കിട്ടി. അതിനുശേഷം ഞാൻ ഇന്ന് വരെ എൻ്റെ കൈ എടുത്ത് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ആ ഉപദ്രവിക്കാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ളവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. പക്ഷെ ഞാനിപ്പോഴും ആ വാക്ക്, ഹിംസ ചെയ്യരുത്, എനിക്ക് തന്ന ഒരു ഉപദേശമാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ചെന്നുപെടുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ വൈദ്യപാരമ്പര്യം ഒക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹമാണ് എന്നെ വാസ്തവത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒപ്പം 12 വർഷം സഞ്ചരിച്ചു. അദ്ദേഹം തൃപ്പൂണിത്തറ അഗസ്ത്യാശ്രമം സ്ഥാപിച്ച, ചേട്ടനൊക്കെ അറിയാം, പാണാവള്ളി സുധീർ വൈദ്യൻ. സുധീർ വൈദ്യനിൽ നിന്നാണ് അദ്ദേഹം പ്രേരണയെടുത്തത്. സുധീർ വൈദ്യരുടെ ഗുരു വടയാറുകാരനാണ്.
സാമൂലാശാൻ. ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ 1964 കേട്ടിട്ടുണ്ട്. സാമൂലാശാൻ അന്തരിച്ചു. പക്ഷേ വടയാറുകാർക്ക് അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഈ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് സോമൻ വൈദ്യരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ സാമൂലാശാൻ്റെ ശിഷ്യനാണ്. സാമൂലാശാൻ മതം മാറി ക്രിസ്ത്യാനിയായി ബൈബിള് കൈ പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളാണ്. അവിടെ വടയാർ അടുത്തൊരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കല്ലറയുണ്ട്. ഞങ്ങളിപ്പോഴും പോയി മെഴുകുതിരി കത്തിക്കും. അദ്ദേഹം പക്ഷേ അഗസ്ത്യ മഹർഷിയും ഹനുമാനെയും ഉപാസിച്ചിരുന്നു. ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കളരിയിൽ അഗസ്ത്യരും ഹനുമാനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച് ബിരുദം നേടിയൊരു ഡോക്ടറല്ല. പക്ഷേ പഠിച്ച് ബിരുദം നേടിയ ഡോക്ടർമാരെ ഞാൻ പരിശീലിപ്പിക്കാറുണ്ട്. എപ്പോഴും അത്തരത്തിലുള്ള ഡോക്ടർമാർ കേരളത്തിലെ ഇന്ത്യയിലെ ഏകദേശം 70ഓളം കോളേജുകളിൽ ഞാൻ യാത്ര ചെയ്യുകയും ഈ ചികിത്സ സംബന്ധിച്ച് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്തതാണ്. ഈ മാസം ജാംനഗർ യൂണിവേഴ്സിറ്റിയിൽ ഈ വർമ്മകലൈ അഥവാ മർമ്മ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു വർക്ക്ഷോപ്പും സെമിനാറും ഉണ്ട്. ഇത് യാദൃച്ഛികമായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാതിരുന്ന ഞാൻ ഈ വഴിയിലേക്ക് വന്നതാണ്. വാസ്തവത്തിൽ ഒരു നിയോഗമാണ്. എന്നെ ഒരിക്കലും ഞാൻ വൈദ്യൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ സമ്മതിക്കുക. കാരണം ഞാൻ വൈദ്യനല്ല, ഞാൻ ഡോക്ടറല്ല. അപ്പം അതുകൊണ്ട് ഞാൻ മരുന്നുകൾ, എനിക്ക് ഏകദേശം 4000 കൂടുതൽ മരുന്നുകൾ എൻ്റെ കൈവശമുണ്ട്. നിർമ്മിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം, പക്ഷെ ഞാനത് കൊടുക്കാറില്ല. അത് ഡോക്ടർമാർ ആ മരുന്നുകളുടെ യോഗവും എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകളെന്നും പറഞ്ഞു കൊടുത്താൽ ഡോക്ടർമാരത് ആവശ്യക്കാർക്ക് കൊടുക്കും. ഈ ഒരു രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. അപ്പം ഞാൻ എന്നെ എന്ത് വിളിക്കും എന്ന് ചോദിച്ചാൽ കീർത്തികുമാറെന്നോ കീർത്തിച്ചേട്ടാന്നോ കേൾക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞു കീർത്തി ഗുരുക്കൾ എന്ന് വിളിക്കാൻ, അങ്ങനെയും ചിലർ വിളിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനലുകൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ, ആധ്യാത്മിക രംഗത്തുള്ളവർ, രാഷ്ട്രീയക്കാർ, അധ്യാപകർ, ഇങ്ങനെ പലരും വന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കളരി ചികിത്സ, മർമ്മ ചികിത്സ, യോഗ വിദ്യ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ രംഗത്ത് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരാൾ അതിഥിയായി വന്നത്. കീർത്തി ഗുരുക്കൾ ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് എനിക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ധാരണകൾ മാറി കേട്ടോ. ഞാനിങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. പക്ഷേ എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളത്തിൽ നമ്മൾ പറഞ്ഞു ചാവർകോട്ട വൈദ്യന്മാരെക്കുറിച്ച് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനെ ചികിത്സിച്ചവരാണ്. കളരിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അയ്യപ്പൻ വന്ന മുഹമ്മയിലെ ചീരപ്പൻ കളരിയുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ കളരിയുമായി ബന്ധപ്പെട്ട ചികിത്സ, പ്രത്യേകിച്ച് ആളുകൾക്ക് ക്ഷതങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവേദന, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. നടുവേദനയാണല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലേശിക്കുന്ന ഒരു കാരണം. നടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അത്ഭുതകരമായ സംഭാവനയായിരുന്നു. പക്ഷേ അതങ്ങ് അന്യം നിന്നുപോയി. പല കാര്യങ്ങളും, ഒന്നും ടെക്സ്റ്റില്ല, പിന്നെ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല, ചില ആളുകൾ മരിക്കുന്നതോടെ അത് ഇല്ലാതായി പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആരോഗ്യപ്പച്ചയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോഗ്യപ്പച്ച എന്ന് പറയുന്ന ഒരു ചെടി നമ്മുടെ അഗസ്ത്യാർകൂടം മലനിരകളിലും കാട്ടിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കഴിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം മാറുന്നു എന്നൊക്കെ പറയുന്ന ഈ മൃതസഞ്ജീവനി എന്ന പേരിൽ ചില ചെടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ഹനുമാൻ എടുത്തുകൊണ്ട് വന്ന മൃതസഞ്ജീവനി, ലക്ഷ്മണൻ വേണ്ടി കൊണ്ടുവന്ന മൃതസഞ്ജീവനി. പക്ഷേ ഇങ്ങനെയൊക്കെ അത്ഭുതകരമായ മരുന്നുകളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ഈ സിദ്ധ ചെയ്യുന്ന പത്മപാദർ മാഷുണ്ട്. അതെ, പത്മപാദർ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ മഹാരാജാസ് കോളേജിൻ്റെ ക്യാമ്പസിൽ ഒരുപാട് അത്ഭുതകരമായ മരങ്ങൾ നിൽപ്പുണ്ട്. അതിലേതോ ഒരു മരത്തിൻ്റെ ചാറെടുത്ത് ഈ വെള്ളത്തിലൊഴിച്ചാൽ വെള്ളം ഐസ് പോലെയാകും. അങ്ങനൊരു മരം ഉണ്ടെന്ന് എന്നോടൊരു 10-20 വർഷം മുമ്പ് ഞാൻ മാഷെ കാണാൻ മാഷിൻ്റെ ഈ കുരിക്കാട് അടുത്തുള്ള വീട്ടിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ കാലം അദ്ദേഹത്തെ കണ്ടിട്ടില്ല.
ഏതായാലും അത്ഭുതകരമായൊരു ലോകമാണ് നമ്മുടെ മുന്നിൽ തുറന്ന് വെച്ചിരിക്കുന്നത്. തുറന്നതേ ഉള്ളൂ, നമുക്ക് ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെ കീർത്തി ഗുരുക്കൾ, ആശാനെന്നും വിളിക്കാം അല്ലേ, അതെ, ഇപ്പൊ എന്ത് എന്തും വേണമെങ്കിലും വിളിക്കാം. അദ്ദേഹം പെരുമ്പാവൂരാണ്. നമുക്കവിടെ ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം എന്ന പേരിൽ കേരളമെമ്പാടും അറിയപ്പെടുന്ന അതിപ്രശസ്തമായ ഒരു വൈദ്യാലയമല്ല ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ അതിന് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. യാദൃച്ഛികമായിട്ട് പറഞ്ഞാലും അവിടെ വിദ്യാലയവും വൈദ്യാലയവും ചേർന്ന ഒരു വാക്കാണ് ഇപ്പോൾ യാദൃച്ഛികമായി ചേട്ടൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? വിദ്യ ആ വാക്ക് വിട്ടുപോയി. അതെ. ഏതായാലും അത് വലിയ അത്ഭുതകരമായ കാര്യങ്ങളെ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അതിനടുത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ നമുക്ക് ഒരു ആശുപത്രിയല്ല, എന്നാലൊരു പ്രാർത്ഥനാ സങ്കേതമാണോ? അതുമല്ല, ഒരു സർവകലാശാലയാണ് വേണമെങ്കിൽ. അവിടെ ചികിത്സിച്ച് അസുഖം വന്ന് നടക്കാൻ പോലും വയ്യാത്ത ആളുകൾ അരങ്ങേറ്റം നടത്തുന്ന വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായൊരു ലോകമാണ് അവിടെയുള്ളത്. ഏതായാലും എനിക്ക് അതിലേക്ക് നമ്മൾ പോകും. തൽക്കാലം എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പാരമ്പര്യ വൈദ്യം, കളരി, ഈ മർമ്മ ചികിത്സ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അത് ഉറപ്പായും അടുത്ത എപ്പിസോഡിലുണ്ടാവും. നമ്മുടെ കീർത്തി ഗുരുക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉറപ്പായും നമ്മുടെ തുടർന്നുള്ള ഏതാനും എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. ഉറപ്പായും കാണണം, മറക്കാതെ കാണണം. ഇന്ത്യ ലൈവിൽ കീർത്തി ഗുരുക്കൾക്കൊപ്പം ഞാനുമുണ്ട്.